കബറാളികളുടെയും ശിക്ഷ അല്ലാഹു നിർത്തിവെക്കും. 27-ാം രാവിന്റെ അന്ന് കാഫിരീങ്ങളുടെ കബറിൽ പോലും ശിക്ഷ ഉണ്ടാവില്ല. 27-ാം രാവിന്റെ അന്ന് കാഫിരീങ്ങളുടെ കബറിനകത്ത് ശിക്ഷ പോലും അല്ലാഹു നിർത്തിവെക്കും. എന്ന 3 വിഭാഗം ആൾക്കാരുടെ കബറിനകത്ത് എത്ര വലിയ ദിവസം വന്നാലും ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവേ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ അവന്റെ കബറിനകത്ത് റമളാനല്ല, പെരുന്നാളല്ല, നബിദിനമല്ല, ഏത് പുണ്യ ദിവസം വന്നാലും അവന്റെ കബറിനകത്ത് തീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകാൻ കാരണമെന്തെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നിങ്ങളുടെ പെണ്ണുണ്ടല്ലോ, നീ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം തികയുന്ന സമയത്ത് അല്ലാഹു തആല നിനക്ക് വിധിച്ചിട്ടുള്ള പെണ്ണാണ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ബോധമില്ലാത്തത് കൊണ്ടാണ് ഭർത്താക്കന്മാര് ഭാര്യമാരുമായിട്ട് വഴക്കിടുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഡിവോഴ്സുകൾ സംഭവിക്കുന്നത്. ആ ബോധം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ആ ഭാര്യമാരെ നമ്മൾ ചേർത്ത് പിടിക്കുമായിരുന്നു. വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്ത്രപ്പാട് മെനയുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അളിയ, ഞാൻ എങ്ങനെയാണ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക? എനിക്ക് അറിയില്ലളിയ. നിങ്ങളൊന്നും ചെയ്യണ്ട ചെറുപ്പക്കാരാ, നിങ്ങളൊന്നും ചെയ്യണ്ട. രാത്രി കിടക്കാൻ നേരത്ത് അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരേ വിരിപ്പിൽ അവരുടെ തലയൊന്ന് അല്പം അടക്കി കൊടുത്തു നോക്ക്. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് അണച്ചു കിടന്നു നോക്ക്. അത് തന്നെ മതി അവർക്ക് സമാധാനമായിട്ട്. അത് തന്നെ മതി. അതാണ് അവർ ആഗ്രഹിക്കുന്നത്.